ജോഷുവ 13-ാം അധ്യായം. ദേശവിഭജനം. ജോഷുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്ത്യരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്ക് ഉള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിനു കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്ത്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സീദോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക്ക് വരെയും ഗബാല്യരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും മിസ്രഹോത്ത് മായിമിനും ലെബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ച് കൊടുക്കുക. ജോർദാന് കിഴക്ക്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്കുവശത്തായിരുന്നു അത്. അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലം ഉൾപ്പെടെ ദീബോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ്റെ പട്ടണങ്ങളും അമ്മോന്യരുടെ അതിർത്തികൾ വരെയും ഗിലെയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേക്ക വരെയുള്ള ബാഷാനും എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മാക്കാത്യരെയോ തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബൻ്റെ ഓഹരി. റൂബൻ്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മേദേബായോട് ചേർന്നു കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോത്ത് ബാലും ബേത്ബാൽ മേയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാത്തായിമും സിബ്മായും സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത്ത് ഷാഹാറും ബത്പയോറും പിസ്ഗ ചെരുവുകളും ബെത്ത് ജഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിലുൾപ്പെടുന്നു. അവൻ്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സുർ, ഹൂർ, റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിൻ്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിൻ്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിൻ്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമ്മോന്യരുടെ ദേശത്തിൻ്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്പെയും ബത്തോണിമും വരെ, മഹനായിം മുതൽ ദബീറിൻ്റെ പ്രദേശം വരെ,
താഴ്വരയിലെ ബത്ഹാറാം, ബത്നിമ്ര, സുക്കോത്ത്, സാഫോൻ, ഹെഷ്ബോൺ രാജാവായ സീഹോൻ്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിൻ്റെ താഴത്തെ അറ്റം വരെ ജോർദാൻ്റെ കിഴക്കേ തീരമാണ് അതിൻ്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസയുടെ ഓഹരി. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹനായിം മുതൽ ബാഷാൻ മുഴുവനും, ബാഷാൻ രാജാവായ ഓഗിൻ്റെ രാജ്യം മുഴുവനും, ബാഷാനിലുള്ള ജായിറിൻ്റെ എല്ലാ പട്ടണങ്ങളും 60 പട്ടണങ്ങളും, ഗിലയാദിൻ്റെ പകുതിയും, അഷ്താരോത്ത്, എദ്രയി എന്നീ ബാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കീറിൻ്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ. ജെറീക്കോയുടെ കിഴക്ക് ജോർദാന് അക്കരെ മൊവാബ് സമതലത്തിൽ വെച്ച് മോശ അവകാശമായി വിഭജിച്ച് കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. കർത്താവിൻ്റെ വചനം.